പഴയ തലമുറ എല്ലാത്തിനും അവർ വെറും ചൈനീസ് മാത്രമായിരുന്നു ആശ്രയിച്ചിരുന്നത് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോഴും നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ അലോപ്പതി ഹോസ്പിറ്റലാണെങ്കിൽ പോലും അതിന്റെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ ചൈനീസിലാണ് അവർ എഴുതിത്തരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അലോപ്പതി മെഡിസിന്റെ ഭാഗത്ത് അതിന്റെ ചൈനീസിന്റെ വേർഡ് ഉണ്ടാവും, അതായത് ചൈനീസിന്റെ പേരുണ്ടാവും. ഇപ്പോൾ ലോകത്ത് അറിയപ്പെടുന്ന കാർ ബ്രാൻഡുകൾ അവർക്ക് ഇപ്പോൾ BMW, ബെൻസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായ ചൈനീസ് ലാംഗ്വേജിലാണ് പറയുന്നത്. നിങ്ങൾ പോയിട്ട് BMW, ബെൻസ് എന്ന് വെച്ചാൽ ചിലർക്ക് മനസ്സിലാവില്ല. പിന്നെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലേക്കാണ് കൂടുതൽ ട്രാവൽ ചെയ്തത് ചൈനയിലാണ്. ചൈനയുടെ പല ഭാഗങ്ങളിലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ 21 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരുപാട് മാറ്റങ്ങൾ അവിടെ കാണാൻ സാധിച്ചു. റോഡ്, ബാക്കിയുള്ള എല്ലാ സംഗതികളും. ഇപ്പം നേരത്തെ 22 മണിക്കൂർ ട്രെയിനിലോ ബസ്സിലോ ട്രാവൽ ചെയ്യേണ്ട സ്ഥലത്ത് ഇന്ന് 7 മണിക്കൂർ കൊണ്ട് എത്തുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ. ലോകത്തോട് കച്ചവടം ചെയ്യാനുള്ള രീതിയിൽ അവരെന്ത് ചെയ്ത് വമ്പൻ മാറ്റങ്ങൾ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ പഴയ ഒരു ചൈനയുടെ സ്റ്റോറി കഥ ആലോചിച്ചിട്ട് പണ്ട് വരുന്ന മെയ്ഡ് ഇൻ ചൈനയുടെ പ്രൊഡക്റ്റ് എല്ലാം ക്വാളിറ്റി കുറഞ്ഞൊരു പ്രൊഡക്റ്റാണെന്നുള്ളൊരു മനോഭാവം വെച്ചിട്ട് നമ്മളിപ്പോൾ ഇരുന്നാൽ നമ്മൾ ചൈനയെ പറ്റി ഒന്നും മനസ്സിലാക്കിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈവൻ ദോ ബ്രാൻഡ് നെയിം ചിലപ്പം പുറത്തുള്ള കൺട്രികളായിരിക്കും, ഇപ്പോൾ USA അല്ലെങ്കിൽ UK, ജർമ്മനിയോ ഒക്കെ ഉള്ള ബ്രാൻഡുകളാണെങ്കിൽ പോലും അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുമ്പോൾ നോക്കുക മെയ്ഡ് ഇൻ ചൈന എന്നായി കാണാം അതിൻ്റെ മുകളിൽ.